വാലറ്റുകൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റത്തിന്റെ അഭിപ്രായ പ്രകാരം നമ്മൾ 2 വാലറ്റുകൾ ഇപ്പൊ യൂസ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ആ സീക്രട്ട് ഫ്രേസ് അല്ലെങ്കിൽ 12 രഹസ്യ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും അത് നമുക്ക് മാത്രം അറിയാവുന്ന ആൾക്കാർ അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് മാത്രമാണ് സാധിക്കുന്നുള്ളത് കൊണ്ട് അത് അറിയാത്ത ആൾക്കാർക്ക് ഈ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യതയേ ഇല്ലാത്തത് കൊണ്ട് 100% നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന PVC മെറ്റ 100% സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മുടെ വാലറ്റിനകത്തുണ്ട്. ശേഷം നമ്മൾ pvcmeta.io എന്ന് പറയുന്ന ആ ഒരു ഡൊമൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സീഡ് ഫണ്ടിങ്ങിനെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അങ്ങനെ സീഡ് ഫണ്ടിങ് ഫിനിഷ് ആകുന്നു. അങ്ങനെ ഫിനിഷ് ആകുമ്പോൾ സിസ്റ്റം പറയുകയാണ്, ഈ PVC മെറ്റ ടോട്ടൽ അതിന്റെ സപ്ലൈ എന്ന് പറയുന്നത് 1.5 ബില്യൺ ആണ്. ഇതിന്റെ 80% ഈ സിസ്റ്റമാണ് ഹോൾഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്താണ് PVC മെറ്റയെ മറ്റുള്ള ടോക്കണുകളിൽ നിന്ന്, മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളിൽ നിന്ന് വിഭിന്നമാക്കുന്നത്, ഡിഫറന്റ് ആക്കുന്നത്? കാരണം PVC മെറ്റയ്ക്ക് പകരം PVC മെറ്റ മാത്രം, വേറൊന്നും അതിന് പകരം വെക്കാൻ പറ്റില്ല. കാരണം എന്താണ്, എല്ലാ ടെക്നോളജികളും ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു NFT ടോക്കൺ അതത്രേ PVC മെറ്റ. അപ്പൊ തീർച്ചയായിട്ടും ഈ ടെക്നോളജികളുടെ യൂസേജിലേക്ക് ഗവൺമെന്റുകളും സ്വകാര്യ സ്ഥാപനങ്ങളും മറ്റു വ്യക്തികളും ഒക്കെ കടക്കുന്ന സമയത്ത് 101% ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമായി PVC മെറ്റ നിൽക്കുമ്പോൾ 1.5 ബില്യൺ ടോട്ടൽ സപ്ലൈയുടെ 80% ഈ സിസ്റ്റം ഹോൾഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ 80%-ന് നിരവധി കോൺട്രാക്റ്റുകൾ ഉണ്ടാകുന്നു. അതിലൂടെ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഈ സിസ്റ്റത്തിന് കിട്ടുന്നു. ഇനി നമ്മളോ 1000 PVC മെറ്റ മേടിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, നമ്മുടെ വാലറ്റിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ സീഡ് ഫണ്ടിങ്ങിലേക്ക് pvcmeta.io എന്ന ഡൊമൈനിലേക്ക് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ എന്താ ചെയ്യുക, നമ്മളെ പാർട്ട്ണറായിട്ടാണ് ഈ സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റം ഒരു കാര്യം ചെയ്യുന്നു, എന്താണ്, അവർക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് ഒരു 0.20% ഡെയിലി നമുക്ക് റിട്ടേൺ തരുന്നു. അങ്ങനെ എത്ര ദിവസക്കാലം തരുന്നു? 1000 ദിവസക്കാലം നമുക്ക് തരുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, 1000 മെറ്റയുടെ 0.20 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 2 മെറ്റ വരും. അപ്പൊ പിറ്റേ ദിവസം ഒരു 2 മെറ്റ അധികത്തിന് നമ്മുടെ വാലറ്റിലേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ 1000 ദിവസക്കാലം വരുമ്പോ 100% നമ്മുടെ മെറ്റയുടെ ടോട്ടൽ എണ്ണം 2000 എണ്ണമായി. നമ്മൾ വാങ്ങിയ 1000-ഉം സിസ്റ്റം തന്ന 1000-ഉം 2000 എണ്ണമായിട്ട് നമുക്ക് മാറി. അപ്പൊ നോക്കൂ ഫ്രണ്ട്സ്, നമ്മൾ 1000 മെറ്റയ്ക്ക് മാത്രമേ പണം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വിൽക്കാൻ വേണ്ടി 2000 എണ്ണം നമുക്ക് സിസ്റ്റം അനുവദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മെറ്റയുടെ വില കൂടിയാലും കൊള്ളാം, കുറഞ്ഞാലും കൊള്ളാം, ഒരിക്കലും ഈ ബിസിനസ് നഷ്ടത്തിൽ കലാശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതേ ഇല്ല. ഒരിക്കലും പോകുന്നില്ല. കാരണം വാങ്ങുന്നതിന്റെ ഇരട്ടി എണ്ണം വിൽക്കാനുള്ള സാഹചര്യം ഇവിടെ സിസ്റ്റം ഒരുക്കി തരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ആരെപ്പോ തുടങ്ങിയാലും പ്രോഫിറ്റിൽ മാത്രമായിരിക്കും തുടക്കം കുറിക്കുക. ഇനി അത് കൂടാതെ കണ്ടോ, ഈ 1000 ദിവസം എന്ന് പറയുന്ന ഒരു കാര്യം കുറയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ചുരുങ്ങിയ സമയത്തിനകത്ത് നമുക്ക് ഈ 2000 എണ്ണം കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 20 മെമ്പേഴ്സിനെ ഈ സീഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമാക്കുക. അപ്പൊ ആ 20 ആൾക്കാരും അതിൽ ഓരോരുത്തരും 1000 PVC മെറ്റ 5000 രൂപ മുടക്കി മേടിച്ച് സീഡ് ഫണ്ടിങ്ങിലേക്ക് pvcmeta.io എന്ന ഡൊമൈനിലേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ സ്പോൺസർഷിപ്പിൽ സീഡ് ഫണ്ടിങ് ആരംഭിച്ചിരിക്കുന്നു. അവർക്കും കിട്ടും 2 മെറ്റ വീതം ഡെയിലി. അങ്ങനെയെങ്കിൽ 20 പേർക്കൂടെ 40 മെറ്റ ആ ഗ്രൂപ്പിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ടാവും ഒരു ദിവസം. അതിന്റെ 20% നമുക്കും കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാലോ, ആ സ്പോൺസർ ഇൻകം ആയിട്ട് 20% കിട്ടുമ്പോൾ 8 മെറ്റ നമുക്ക് ഡെയിലി കിട്ടുന്ന ഒരവസ്ഥ. അങ്ങനെയെങ്കിൽ 30 ദിവസക്കാലം കണക്കാക്കിയാൽ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് 240 മെറ്റ കിട്ടി. നമ്മളും സീഡ് ഫണ്ടിങ് 1000 മെറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും 2 മെറ്റ വീതം ഡെയിലി റിട്ടേൺ ഉണ്ട്. അങ്ങനെയെങ്കിൽ 60 മെറ്റ നമ്മുടെ പേഴ്സണൽ സീഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമായി കിട്ടി. അങ്ങനെ 300 മെറ്റ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 300 മെറ്റ വീതം നമുക്ക് കണക്ക് കൂട്ടിയാൽ നമുക്ക് തരേണ്ട മൊത്തം മെറ്റ എത്രയാണ്? 2000 മെറ്റയാണ്. അപ്പൊ നോക്കൂ, ആദ്യത്തെ മാസം 300 വന്നു, രണ്ടാമത്തെ മാസമായപ്പോ അത് 600 മെറ്റ വന്നു, മൂന്നാമത്തെ മാസമായപ്പോ 900 മെറ്റ വന്നു, നാലാമത്തെ മാസമായപ്പോഴത്തേക്കോ 9 3 12 1200 മെറ്റ വന്നു, അടുത്ത 3 മാസമായപ്പോഴോ 1500 മെറ്റ വന്നു. ഒരു 6.5 മാസം കൊണ്ട് 2000 മെറ്റ നമുക്ക് തികയുന്നു. നമ്മുടെ കോൺട്രാക്ട് അവസാനിക്കുന്നു. എന്ന് വെച്ചാൽ 1000 ദിവസം കൊണ്ട് കിട്ടേണ്ട ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കേവലം 6.5 മാസം കൊണ്ട് നമ്മുടെ പക്കലേക്ക് കിട്ടുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു. ജസ്റ്റ് 20 ആൾക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ. എന്നാൽ ഈ ഒരു പ്രൊമോഷനിൽ നിന്ന് നമുക്ക് എന്ത് വേണം? നമുക്കൊരു വലിയ അസറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കേസ് എന്താണ്?
നോക്കൂ, ഇവിടെ 300 മെറ്റ ഒരു മാസം നമുക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 3 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 3.25 മാസക്കാലങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും 1000 മെറ്റ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്, നമ്മുടെ വാലറ്റിലേക്ക് വരുന്നുണ്ട്. ഈ മെറ്റ നമുക്ക് വീണ്ടും റീസ്റ്റേക്കിംഗ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേഴ്സണലി ഇറങ്ങുന്ന മെറ്റയുടെ എണ്ണം 4 മാറും. ആദ്യം 1000 ചെയ്തതിന്റെ 2, രണ്ടാമത് 1000 ചെയ്തതിന്റെ 2 4 മാറും. അങ്ങനെ ഒരു 30 പ്രാവശ്യം നമുക്ക് ഈ 1000 ദിവസക്കാലത്തിനകത്ത് ഇപ്രകാരം നമുക്ക് റീസ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അങ്ങനെ വന്നാൽ 30,000 മെറ്റ നമുക്ക് ഈ ഒരു സീഡ് ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. നോക്കണം ഫ്രണ്ട്സ്, ഒരേ ഒരു പ്രവൃത്തി മാത്രമേ ചെയ്തുള്ളൂ. 5000 രൂപയുടെ കാര്യങ്ങൾ മുടക്കി നമ്മൾ സീഡ് ഫണ്ടിങ് നടത്തി 20 ആൾക്കാരെ നമ്മൾ സീഡ് ഫണ്ടിങ്ങിലേക്ക് കൊണ്ടുവന്നു. 21ാമത്തെ ഒരാൾ ഇതിന് ആവശ്യമില്ല. 21ാമത്തെ ഒരാൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. ഈ 1000 ദിവസം പീരീഡ് അവസാനിക്കുമ്പോൾ ഏതാണ്ട് 30,000 മെറ്റ നമ്മുടെ കൈവശം ഉണ്ടാവും. ഈ 30,000 മെറ്റയ്ക്ക് കേവലം 10 രൂപ വില കിട്ടിയാൽ പൈസ എത്രയായി? 3 ലക്ഷം രൂപയായി. 100 രൂപ വില കിട്ടിയാലോ 30 ലക്ഷം രൂപയുടെ കാര്യങ്ങളായി. 1000 രൂപ വില കിട്ടിയാലോ 3 കോടി രൂപ നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയായി. അപ്പൊ സീഡ് ഫണ്ടിങ്ങിൽ തന്നെ കോടീശ്വരനായും കോടീശ്വരിയായും മാറാനുള്ള സിമ്പിൾ വർക്കിലൂടെ നമുക്ക് മാറാനുള്ള ഒരു സാഹചര്യം ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നു. അങ്ങനെ ഒരു ചാൻസ് മനസ്സിലായി കിട്ടിയാൽ നമ്മുടെ താഴെ വരുന്ന 20ഓളം ആൾക്കാർ വെറുതെ ഇരിക്കുമോ ഫ്രണ്ട്സ്? അവർക്കും ആഗ്രഹമില്ലേ ജസ്റ്റ് 20 ബിസിനസ് സ്കോർ ചെയ്ത് കൊടുത്തുകൊണ്ട്, അത് വെറും 5000 രൂപയുടെ ബിസിനസ് സ്കോർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇത് റീസ്റ്റേക്ക് ചെയ്ത് മറ്റവരുടെ എണ്ണം വർദ്ധിപ്പിച്ച് അതിൽ നിന്ന് കോടീശ്വരനോ കോടീശ്വരിയായി മാറാൻ അവർക്കും ആഗ്രഹമില്ലേ? 100% ആഗ്രഹമുണ്ട്. അപ്പൊ എന്താണെങ്കിലും സീഡ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ പാർട്ട്ണറായി മാറുന്നതിനോടൊപ്പം നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും ധനികരായി മില്യൺസും ട്രില്യൺസും ഒക്കെ നമുക്ക് ഡെയിലി ഇൻകം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സിസ്റ്റം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ. അപ്പൊ ശരിക്കും പലരും ചോദിച്ചേക്കാം, ഇതിലൊരു 1000 ദിവസം പീരീഡിന്റെ കാര്യങ്ങളില്ലേ, ദൈനംദിന കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇൻകം വേണ്ടേ? അങ്ങനെയെങ്കിൽ അതിന് പരിഹാരം എന്ന നിലയ്ക്കാണ് ഈ സിസ്റ്റത്തിന്റെ 2ാമത്തെ സെക്ഷൻ ടോക്കൺ ഫാമിംഗ്. ആ ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത് USDT PVC മെറ്റ എന്ന ഒരു പെയറിലാണ് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്നത്. ഇവിടെ USDT എന്ന് പറയുമ്പോൾ ഫാമിംഗ് USDT എന്ന് പറയും. അതിന് ഇപ്പോഴുള്ള വില എന്ന് പറയുന്നത് 130 രൂപയാണ്. ആ 130 രൂപ വിലയുള്ള ഫാമിംഗ് USDT 100 USDT നമുക്ക് വേണ്ടതായിട്ടുണ്ട് മിനിമം ടോക്കൺ ഫാമിംഗ് ചെയ്യാൻ. അങ്ങനെ 13,000 രൂപ കൊടുത്ത് 100 ടോക്കൺ ഫാമിംഗ് USDT നമ്മൾ മേടിച്ച് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ ആഡ് ചെയ്തിട്ട് ടോക്കൺ ഫാമിംഗ് .io എന്ന പേരിന്റെ അടുത്ത ഡൊമൈനിലേക്ക് ലിങ്ക് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ടോക്കൺ ഫാമിംഗിലേക്ക് കടന്നു. ഇവിടെ നമ്മൾ USDT ആണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഫാമിംഗ് USDT ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ USDTയിൽ തന്നെയാണ് ഇതിന്റെയും റിട്ടേൺ വരുന്നത്. ഇവിടെയും 0.20% വെച്ചിട്ട് നമുക്ക് ഡെയിലി റിട്ടേൺ. അങ്ങനെ 1000 ദിവസം നമുക്ക് അതും കിട്ടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ 100 USDTക്ക് 13,000 രൂപയുടെ കാര്യങ്ങൾ മുടക്കിയെങ്കിൽ സിസ്റ്റം നമുക്ക് 200 USDT 1000 ദിവസം കൊണ്ട് ഇങ്ങോട്ട് തരുന്ന ഒരവസ്ഥ. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റിട്ടേൺ ആയിട്ട് വരുന്ന ഈ USDT ഒരു 100 USDT തികയുന്ന സമയത്ത് നമുക്കിത് വിഡ്രോ ചെയ്യാം, നമുക്കിതിനെ എൻക്യാഷ് ചെയ്യാം. ഈ 130 രൂപ ക്രമത്തിൽ തന്നെ നമുക്കതിനെ കിട്ടും. ഇവിടെയും നമുക്കൊരു 20 ലെവലിന്റെ ഒരു കരിയർ നമുക്ക് ഈ സീഡ് ഫണ്ടിങ്ങിലും ഉണ്ട്, ഒപ്പം നമുക്ക് ഈ ടോക്കൺ ഫാമിങ്ങിലും ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, ഈ 1000 ദിവസം എന്ന് പറയുന്ന കാര്യത്തെ ചുരുക്കുവാൻ, കുറച്ചു കൊണ്ടുവരാനാണ് ഈ കരിയർ ഇവിടെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെയും ഒരു 20 ആൾക്കാരെ നമ്മൾ ഈ ടോക്കൺ ഫാമിങ്ങിന്റെ ഭാഗമാക്കി മാറ്റിയാൽ അവരും എന്താണ് ചെയ്യുന്നത്? 100 USDTയോ 1000 USDTയോ ഓരോരുത്തരും ഓരോ തരത്തിലാണ് ചെയ്യുക. അപ്പൊ ആ ചെയ്തു വെച്ചിരിക്കുന്നതിൽ അവർക്ക് 0.20 വെച്ചുള്ള റിട്ടേൺ ഇറങ്ങുന്നു. ആ റിട്ടേണിന്റെ 20% നമുക്കും കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ നേരത്തെ സീഡ് ഫണ്ടിങ്ങിൽ കണ്ടതുപോലെ 1000 ദിവസം കാത്തിരിക്കാതെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ USDTയെ നമുക്ക് ഡബിളാക്കി മാറ്റാൻ വേണ്ടി കഴിയുന്നു. വീണ്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, വീണ്ടും ഡബിളാക്കാം, വീണ്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, വീണ്ടും നമുക്ക് ഡബിളാക്കാം. ഇത് നമുക്ക് എൻകാഷ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇന്ന് ശരിക്കും ടോക്കൺ ഫാമിങ്ങില് പ്രതിദിനം 15 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം മേടിക്കുന്ന ആളുകൾ ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായുണ്ട്. ഓർക്കണം, PVC മെറ്റയുടെ അപ്ഡേഷൻ പരിപൂർണമായി കഴിഞ്ഞിട്ടില്ല. അത് 2025-ലാണ് പൂർത്തീകരിക്കുക. ഇനിയാണ് ഈ സിസ്റ്റം ശക്തമായിട്ട് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. അതിനോടകത്ത് തന്നെ പ്രതിദിനം 15 ലക്ഷം രൂപകൾക്കുള്ളിൽ ഇൻകം കിട്ടുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ടായെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്?
ഇനി അതോടൊപ്പം സിസ്റ്റം ഈ അടുത്ത സമയത്ത് കൊണ്ടുവന്ന ഒരു സൂപ്പർ ഓഫർ, ഈ ടോക്കൺ ഫാമിംഗിൽ തന്നെ കൊണ്ടുവന്ന ഒരു സൂപ്പർ ഓഫർ, അതാണ് ഇയർലി ബേഡ് ഓഫർ. നമ്മൾ 100 USDTക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 3 അക്കൗണ്ടുകൾ ഈ ഇയർലി ബേഡിന്റെ ഭാഗമായി വേണം. ഇവിടെ ഈ 3 അക്കൗണ്ടുകൾ ആക്ടിവേറ്റ് ചെയ്ത ഡേറ്റ് എന്നാണ്. അത് 3 അക്കൗണ്ടുകളും ആദ്യത്തെ ദിവസം തന്നെ ആക്ടിവേറ്റ് ചെയ്തോ, അതോ ഒരു അക്കൗണ്ടിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്തു, ബാക്കിയുള്ള 2 അക്കൗണ്ട് പിറ്റേ ദിവസമാണോ ആക്ടിവേറ്റ് ചെയ്തത്, അല്ല 3-ാമത്തെ ദിവസമാണോ ആക്ടിവേറ്റ് ചെയ്തത്? അങ്ങനെ ഒരാഴ്ച നോക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആദ്യത്തെ ദിവസം തന്നെ ഈ 3 അക്കൗണ്ടുകളും ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടായാൽ അത് വേണേ നമുക്ക് പണം അനുവദിക്കുന്നെങ്കിൽ സ്വന്തമായിട്ട് എടുക്കാം. അതല്ലെങ്കിലോ നമ്മളൊരു അക്കൗണ്ട് എടുത്തു, നമുക്ക് പുറത്തുള്ള ആൾക്കാരെ ക്യാൻവാസ് ഇട്ട് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ അക്കൗണ്ട് മെയിൻ ഐഡിക്ക് ഇപ്പൊ സാധാരണഗതിയിൽ എത്ര കൊടുക്കുക, 0.20 വെച്ചുള്ള റിട്ടേൺ ആണ് കൊടുക്കുന്നതെങ്കിൽ എയർലി ബേഡിന്റെ ഭാഗമായി മാറിയാൽ ഒരു 0.70% കൂടെ അഡീഷണൽ കിട്ടും. അപ്പം 100% 0.90% ആയിരിക്കും ഈ ആദ്യത്തെ അക്കൗണ്ടിൽ നമുക്ക് ഇൻകമായി ഇറങ്ങുക. എന്ന് വെച്ചാൽ ആ അക്കൗണ്ട് ഡബിളായി മാറാൻ നമുക്ക് വെറും 222 ദിവസക്കാലങ്ങൾ മതിയാവും. ഒരു 7 മാസക്കാലത്തെ സമയം മതിയാവും. അപ്പൊ ഒരു 7 മാസക്കാലങ്ങൾ കൊണ്ട് നമുക്ക് ആദ്യത്തെ അക്കൗണ്ടിനെ ഡബിൾ ആക്കി മാറ്റാൻ വേണ്ടി കഴിയും. താഴത്തെയുള്ള 2 അക്കൗണ്ടിന്റെ കാര്യത്തിനകത്ത് എങ്ങനെയാണ്? അത് 0.20 വെച്ചുള്ള 33 മാസ കോൺട്രാക്റ്റിലാണ് നിൽക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ പല ആൾക്കാരും ലക്ഷക്കണക്കിന് രൂപയുടെ USDT മേടിച്ച്, ഫാമിംഗ് USDT മേടിച്ച് ഇന്ന് ഇയർലി ബേഡിന്റെ ഭാഗമാകുന്നു, വളരെ വലിയ ഇൻകം സ്കോർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അതിനോടൊപ്പം തന്നെ നിങ്ങളെ ഏവരെയും സഹായിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് മെറ്റ ആർമിയുടെ സഹായം കൂടെ കിട്ടുന്നു. എന്താണ് മെറ്റ ആർമി എന്ന് പറയുന്നത്? നമ്മുടെ സാമ്പത്തിക ഉന്നമനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മളുടെ ലീഡേഴ്സ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ശരിക്കും മെറ്റ ആർമി. അതൊരു വാട്സപ്പ് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തുടക്കത്തില്. ഇന്ന് അതൊരു ഫിൻടെക് കമ്പനിയാണ് ശരിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സെബിയുടെയും ഒക്കെ പെർമിഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ അപ്ലൈ ചെയ്തിരിക്കുന്ന സമയം. നമ്മളോടൊപ്പം കടന്നു വരുന്ന മെമ്പേഴ്സിനെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുക, അതാണ് ശരിക്കും മെറ്റ ആർമി ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് വരണമെങ്കിൽ മെറ്റ ആർമിയുടെ മെമ്പർ ആവണം, മെറ്റ ആർമിയോടൊപ്പം ചേർന്ന് നിൽക്കണം. എങ്ങനെയാണ് മെറ്റ ആർമിയുടെ മെമ്പർ ആവുക? നമുക്കറിയാം, ഇത് ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണ്. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കുവാൻ, അല്ലെ നമ്മൾ മനസ്സിലാക്കുവാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നടക്കപ്പെടുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെറ്റ ആർമിയുടെ ഭാഗമായി മാറുവാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം നമ്മുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. 133ഓളം ആളുകൾ ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ മീറ്റിംഗ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹകരിക്കുക. ദെൻ അതിനോടൊപ്പം നമ്മുടെ കരിയറിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, 20 ലെവലുകളിൽ നിന്ന്, ആദ്യത്തെ ലെവലിൽ 20% രണ്ടാമത്തെ ലെവലിൽ നിന്ന് 19, മൂന്നാമത്തെ ലെവലിൽ നിന്ന് 18, നാലാമത്തെ ലെവലിൽ നിന്ന് 17, അങ്ങനെ 20ാമത്തെ ലെവലിൽ നിന്ന് 1% വരെ കിട്ടുന്ന ഒരു കരിയറാണ് ശരിക്കും ഈ ഫാമിങ്ങിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനും സീഡ് ഫണ്ടിങ്ങിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനും ശരിക്കും ഈ സിസ്റ്റം ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്തു, അദ്ദേഹത്തിനെ കൊണ്ട് സീഡ് ഫണ്ടിങ്ങും ടോക്കൺ ഫാമിങ്ങും ചെയ്യിപ്പിച്ചു. സീഡ് ഫണ്ടിങ്ങിൽ നിന്നും അദ്ദേഹത്തിന് ഇറങ്ങുന്ന ഇൻകത്തിന്റെ 20% നമുക്ക് കിട്ടും, ടോക്കൺ ഫാമിങ്ങിൽ നിന്നും അദ്ദേഹത്തിന് ഇറങ്ങുന്ന ഇൻകത്തിന്റെ 20% നമുക്ക് കിട്ടും. എന്നാൽ ആ ഒരു വ്യക്തി ഒരു 10 വ്യക്തികളെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായി, 10 അക്കൗണ്ടുകൾ നേരിട്ട് വിറ്റഴിക്കാൻ തയ്യാറായി. ആ 10 അക്കൗണ്ട് ഹോൾഡേഴ്സ് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ സെക്കൻഡ് ലെവലുകാരാണ്. ആ സെക്കൻഡ് ലെവലുകാർക്ക് ഇറങ്ങുന്ന ഇൻകത്തിന്റെ 19% അർഹത നമുക്കുണ്ട്. പക്ഷേ അവിടെ സിസ്റ്റം ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നു, അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരു ഡയറക്റ്റ് കൊടുത്താൽ പോരാ, രണ്ടാമത്തെ ലെവലിന്റെ ഇൻകം നമുക്ക് എലിജിബിൾ ആക്കുവാൻ ഒരു ഡയറക്റ്റ് കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് ഈ കരിയറിനെ വിലയിരുത്തേണ്ടത്? ഒരു ലെവലിന്റെ ഇൻകം കിട്ടാൻ, അത് സീഡ് ഫണ്ടിങ്ങിലായിക്കോട്ടെ ടോക്കൺ ഫാമിങ്ങിലായിക്കോട്ടെ, നമുക്ക് ഒരു ഡയറക്റ്റ് വേണം. ഇനി രണ്ടാമത്തെ ലെവലിന്റെ ഇൻകം കിട്ടാൻ അടുത്ത ഒരു ഡയറക്ടർ വേണം, 2 ആയി. മൂന്നാമത്തെ ലെവലിന്റെ ഇൻകം കിട്ടാൻ 3ാമത്തെ ഡയറക്ടർ വേണം. അങ്ങനെയെങ്കിൽ 20 ലെവലിന്റെ ഇൻകം കിട്ടാൻ 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പൊ ശരിക്കും മെറ്റ ആർമി ചെയ്യുന്ന ഒരു കാര്യം, 3 കണ്ടീഷൻസ് ആണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുക, മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്യുക, ദെൻ അതിനോടൊപ്പം തന്നെ 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫിനിഷ് ചെയ്യുക. അത് മിനിമത്തിനാണെങ്കിലും മതി, അല്ലാതെ ലക്ഷങ്ങളുടെ ഒന്നും വേണമെന്നൊന്നും മെറ്റ ആർമി ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളെ മെറ്റ ആർമി ഏറ്റെടുക്കുകയും അവർക്ക് മാസം 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടാകാനുള്ള വോളിയം മെറ്റ ആർമി ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് കണ്ടെത്തി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഇത് വേറൊരു വർക്കിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല.
ശരിക്കും അതിനുവേണ്ടി മെറ്റാ ആർമി എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, NFT എന്ന് പറയുന്നത് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു വകഭേദമാണ്. ക്രിപ്റ്റോ കറൻസിയുടെ ഒക്കെ ട്രേഡിംഗ് നടക്കപ്പെടുന്ന ബ്ലോക്ക് ചെയിനകത്താണ്. ഇന്ന് ഏതാണ്ട് 300 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പായിട്ട് ബിസിനസ് ആയിട്ട് ഒരു മാസം നടക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് വളർന്ന പന്തലിച്ചു നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ശരിക്കും എന്താണ് ക്രിപ്റ്റോ ഇൻഡസ്ട്രി. 300 ലക്ഷം കോടിയാണ് ഒരു മാസത്തെ ടേൺ ഓവർ ഈ ഇൻഡസ്ട്രിയിൽ നടക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് കോടാനുകോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ധാരാളം ഇൻവെസ്റ്റേഴ്സ് ലോകമെമ്പാടുമുണ്ട്. അത്തരം ഇൻവെസ്റ്റേഴ്സിനെ PVC മെറ്റയിലേക്ക് ആകർഷിക്കുക, അതാണ് മെറ്റാ ആർമി ഉദ്ദേശിക്കുന്നത്. അതിനായി എന്ത് ചെയ്യുന്നു? ഇത്തരം ഇൻവെസ്റ്റേഴ്സ് ബ്ലോക്ക് ചെയിൻ അകത്ത് വരുന്ന ആഡുകൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളും എന്ത് ചെയ്തു? മഹാരാഷ്ട്രയിലുള്ള വളരെ വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു കമ്പനിയുമായി നമ്മൾ അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അവരിലൂടെ നമ്മുടെ PVC മെറ്റ പ്രോഗ്രാം എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുന്ന മെറ്റാ ആർമിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുടെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നു. അവർ ഈ ആടുകൾ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയിനകത്ത് പ്രദർശിപ്പിക്കുന്നു. പക്ഷെ അത് ഫ്രീ അല്ല. കാരണം എന്താ? അത് പെയ്ഡ് പ്രോഗ്രാമാണ്. അവർക്ക് തീർച്ചയായിട്ടും 1.5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള BTC നമ്മൾ എല്ലാ മാസക്കാലം എന്ത് ചെയ്യണം? നമുക്ക് അവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നാൽ സന്തോഷത്തോടു കൂടി പറയട്ടെ, നമ്മൾ ഒരു മെമ്പറുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഈ ഇനത്തിൽ കൈപ്പറ്റുന്നില്ല. പകരം മെറ്റാ ആർമിയെ നയിക്കുന്ന ഒരു പറ്റം ലീഡേഴ്സ് ഉണ്ട്. അവരെല്ലാവരും വളരെ വലിയ ഇൻകം വാങ്ങുന്ന ആൾക്കാരാണ്. അവരുടെ പക്കൽ നിന്നാണ് ശരിക്കും ഈ ഒരു കോൺട്രിബ്യൂഷൻ നടത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഏതാണ്ട് 136 രാജ്യങ്ങളിലേക്ക് ഈ ആശയത്തെ ഈ ഏജൻസിയിലൂടെ എത്തിക്കാൻ നമുക്ക് സാധിച്ചു. നമുക്ക് അവിടെ നിന്നും ലക്ഷങ്ങളും കോടികളും ഒക്കെ ബിസിനസ് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇനി അത് വർദ്ധിച്ചു വരും. കാരണം തീർച്ചയായിട്ടും ഈ വർഷം PVC മെറ്റ ട്രേഡിംഗിലേക്ക് കടക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു വർഷം. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ മെറ്റാ ആർമി പറഞ്ഞ കണ്ടീഷൻസ് പാലിച്ച മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത, മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്ത, 20 ഡയറക്റ്റ് ബിസിനസ്സുകൾ ഫിനിഷ് ചെയ്ത ആളുകളുടെ ID നമ്പറും ഈ പറഞ്ഞ പ്രൊമോഷന് വിധേയമാക്കുന്നു. കാരണം ഇപ്പം എന്താ പറയാ മറ്റൊരു രാജ്യത്തുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ ഒരു സ്പോൺസർ ID അത്യാവശ്യമാണ് 100%. അപ്പൊ ആ സ്പോൺസർ ID ആരുടെയെങ്കിലും ഒരു സ്പോൺസർ ID ആണ് വേണ്ടത്. അപ്പോഴെന്ത് പറ്റുന്നു? ഈ മെറ്റാ ആർമിയുടെ ഭാഗമായി മാറിയ ആളുകളുടെ സ്പോൺസർ ID ഈ രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നു. അങ്ങനെ 90 പേരെ ഒരു 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം മേടിക്കുന്ന വ്യക്തികളാക്കാൻ നമ്മൾ ആഗ്രഹിച്ചുവെങ്കിൽ ഇന്നത് ഏകദേശം 65 എന്താ പറയാ ആളുകളെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ബാക്കി എലിജിബിൾ ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ സീനിയോറിറ്റി ബേസിലുള്ള പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം 100% എപ്പോഴും നമുക്കൊരു കൈത്താങ്ങായിട്ട് നമുക്ക് എപ്പോഴും നമ്മളോടൊപ്പം മെറ്റാ ആർമി നിൽക്കുന്ന ഒരു കാര്യം, അത് തുടക്കത്തിലാണ് 1 ലക്ഷം, പിന്നീട് അത് 2 ലക്ഷമോ 3 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ ആയി. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ബിസിനസ് നമ്മുടെ താഴെ വരാനും അതിൽ നിന്നുള്ള ഇൻകം നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരം മെറ്റാ ആർമി നമ്മുടെ മുമ്പാകെ ഒരുക്കി തരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.